എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജൂലൈ 21 ചാന്ദ്ര ദിനത്തോടനുബന്ധിച്ച് നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത് സ്മാർട്ട് വാച്ചും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസുമാണ്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള സമ്മാനങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ലഭിച്ച് മത്സരത്തിൽ വിജയകരമായി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിബന്ധനകൾ കൃത്യമായിട്ട് വായിച്ചിട്ട് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ച രാജ്യമേത്? ഉത്തരം റഷ്യ. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? ഉത്തരം 108 മിനിറ്റ്. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു? ഉത്തരം AB വാജ്പേയി. ചന്ദ്രനിലെ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം റിഗോലിത്ത്. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ഉത്തരം ചൊവ്വ. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം നെപ്റ്റ്യൂൺ. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴം. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 8.2 മിനിറ്റ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ലെബനിൻസ്. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം കെന്നഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡ, USA സ്ഥിതി ചെയ്യുന്നു. ചന്ദ്ര ഉടമ്പടിയുടെ വർഷം എന്നറിയപ്പെടുന്നത് ഏത് വർഷമാണ്? ഉത്തരം 1979. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ലോകത്തിലെ ആദ്യത്തെ വാർത്താ വിനിമയ ഉപഗ്രഹം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം എക്കോ. ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹമായ ഭാസ്കരയ്ക്ക് എത്ര മുഖങ്ങൾ ഉണ്ട്? ഉത്തരം 26. ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ഏതാണ്? ഉത്തരം ടിയാൻ ഗോങ് 1. ISROയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനിൽ. അപ്പോളോ 11 ചന്ദ്രോപരിതലത്തിൽ എത്തിയത് എന്നാണ്? ഉത്തരം 1969 ജൂലൈ 20.
മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയത് എന്നായിരുന്നു? ഉത്തരം 1969 ജൂലൈ 21. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നിവരെയും കൊണ്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ചന്ദ്രപേടകം ഏതാണ്? ഉത്തരം ഈഗിൾ. മാതൃപേടകമായ കൊളംബിയയെ നയിച്ചത് ആരായിരുന്നു? ഉത്തരം മൈക്കൽ കോളിൻസ്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവർ ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ഉത്തരം ജൂലൈ 24. ഭൂമിയോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഉത്തരം 3,84,403 കിലോമീറ്റർ. ചന്ദ്രന്റെ വ്യാസം എത്ര? ഉത്തരം 3,474 കിലോമീറ്റർ. ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എത്ര സെക്കൻഡുകൾ എടുക്കുന്നു? ഉത്തരം 1.3 സെക്കൻഡ്. ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? ഉത്തരം ലൂണ 2. 1959 ഈ വാഹനം ചന്ദ്രോപരിതലത്തിൽ വന്ന് ഇടിച്ച് തകരുകയാണ് ഉണ്ടായത്. വിജയകരവും അപകടരഹിതവുമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ യാനം എന്ന ബഹുമതി ഏതിനാണ്? ഉത്തരം ലൂണ 9. 1966 ചന്ദ്രനിലിറങ്ങിയ ലൂണ 9. എല്ലാ കൂട്ടുകാരെയും നമ്മൾ നടത്തുന്ന ക്വിസ് മത്സരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള മത്സര ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിബന്ധനകൾ കൃത്യമായിട്ട് വായിച്ച് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആക്കിയിട്ട് മത്സരത്തിൻ്റെ ലിങ്ക് ജൂലൈ 23 രാത്രി 8:30 അയച്ചു തരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും നിബന്ധനകൾ വായിച്ച് രജിസ്റ്റർ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.